الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ ഇസ്ലാമികമായി നാം പുലർത്തിപ്പോരുന്ന വിശ്വാസ ആദർശത്തിന് ഘടകവിരുദ്ധമായ, ആചാരങ്ങൾക്ക് വിരുദ്ധമായ ഒട്ടേറെ സംഗതികളുടെ സമാഹാരമായ മുഹീദ്ദീൻ മാല അതിൻ്റെ 400-ാം വാർഷികം സർക്കാർ തലത്തിൽ തന്നെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. അതിനെ സംബന്ധിച്ചായിരുന്നു ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഈ ഗവൺമെന്റിന്റെ കാലമായത് മഹാഭാഗ്യമായി പോയി എന്നാണ് അതിനെ സംബന്ധിച്ച് മാലയുടെ പ്രേമികൾ വളരെ ആശ്വാസവാക്കായിക്കൊണ്ട് അവരുടെ വാരികയിലൂടെ എഴുതിവിട്ടിരിക്കുന്നത്. ആ വരിയിൽ നിന്ന് മനസ്സിലാക്കാം മതവിരുദ്ധ ശക്തികൾ ഉദ്ദേശിച്ച കാര്യം അവർക്ക് വിജയിക്കാൻ സാധിച്ചു എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ ഒരു വാർഷികം ആഘോഷിക്കാനോ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഇസ്ലാമിന്റെ കാര്യങ്ങളെ നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പാകെ പ്രചരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രത്യേകമായ ഒരു അനുവാദം നൽകാനോ തയ്യാറാകാത്ത വിഭാഗം ആളുകൾ ഒരുപാട് സാഹിത്യകൃതികളും പല രൂപത്തിലുള്ള കവിതകളുമൊക്കെ കേരളത്തിൽ പലരും സംഭാവന ചെയ്തിട്ടും അവയെയൊന്നും പ്രോത്സാഹിപ്പിക്കാതെ ഈ മാലയെ മാത്രം പ്രോത്സാഹിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള വികാരം എന്താണെന്ന് വിശ്വാസികൾ വളരെ ഭയത്തോടുകൂടി കാണേണ്ടതുണ്ട്. ഇസ്ലാമികമായ വിശ്വാസങ്ങളെ തകർക്കാനും യഥാർത്ഥമായ ദിശയിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് പ്രമാണവിരുദ്ധമായ കാഴ്ചപ്പാടുകളിലേക്ക് അവർ പോയെങ്കിൽ അത് തങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയത്തിനൊരു മുതൽക്കൂട്ടാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ രാജ്യത്ത് എപ്പോഴും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഉദ്ദേശം വിജയിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഈ അപ്പക്കഷ്ണം എറിഞ്ഞുകൊടുത്ത അത് കിട്ടിയ ആളുകൾ വലിയ സന്തോഷത്തിലാണ്. അവരുടെ വിദ്യാർത്ഥി വിഭാഗം പുറത്തിറക്കുന്ന വാരികയിൽ അവർ കൃത്യമായി എഴുതി,
മുഹീദ്ദീൻ മാലക്ക് 400 വർഷം തികയുന്ന ഈ സന്ദർഭത്തിൽ കേരളം ഭരിച്ചത് ഇടതുപക്ഷ ഗവൺമെന്റായി പോയത് എന്നത് ഒരു മഹാഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. കാരണം വഹാബികൾക്ക് പാദസേവ ചെയ്യുന്ന, വഹാബികളോട് ചായ്വ് പ്രകടിപ്പിക്കുന്ന ലീഗുകാരായിരുന്നു അല്ലെങ്കിൽ വലതുപക്ഷ ഗവൺമെന്റായിരുന്നു അധികാരത്തിലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം കണി കാണുക പോലും ചെയ്യുകയില്ലായിരുന്നു കേരളത്തിൽ എന്ന് ആശ്വസിച്ച് ഇടതുപക്ഷ ഗവൺമെന്റിനെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ മുഖപത്രത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ എവിടെ എത്തി? ഇതൊരു നിസ്സാരമായ സംഗതിയല്ല. ഇതിനൊരു വലിയ പ്രചരണം കൊടുക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം അവർ ജനങ്ങളോട് പറയുന്നത് മുൻകാലത്തുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകണം എന്നാണ്. മുൻകാലം എന്ന് പറഞ്ഞാൽ കേരളക്കരയിലെ നമ്മുടെ പിതാമഹന്മാർക്ക്, അതുപോലെ തന്നെ പ്രായം ചെന്ന ആളുകൾക്ക് ഖുർആനിന്റെ അർത്ഥം പഠിക്കുന്ന ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. ഖുർആൻ പഠിക്കുന്ന ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. ഖുർആൻ ക്ലാസുകൾ തുടങ്ങിയപ്പോൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ ഖുർആൻ ക്ലാസുകൾ തുടങ്ങിയപ്പോൾ ഖുർആനിനെ നിങ്ങൾ ക്ലാസ്സിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസത്തിന്റെ കൂരമ്പകളാണ് മതപണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ എഴുതിവിട്ട ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ഇന്നും വായിക്കാൻ സാധിക്കുന്നത്. തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന പേരിൽ പരിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതില്ലെന്ന് സഹോദരന്മാർക്ക് ശക്തമായ താക്കീത്, മുന്നറിയിപ്പ് എന്ന അർത്ഥം വരുന്ന ഒരു കൃതി തന്നെ സമസ്തയുടെ സമുന്നതനായിരുന്ന പണ്ഡിതൻ ഇ കെ ഹസൻ മുസ്ലിയാർ ഈ കേരളക്കരയിൽ എഴുതിവിട്ടിട്ടുണ്ട്. ആ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, നമ്മുടെ മൗലവിമാര്, മുൻഗാമികളായ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആൻ ക്ലാസുകൾ തുടങ്ങിയപ്പോൾ ഖുർആൻ ക്ലാസ്സിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സംരംഭത്തെ പരിഹസിച്ച് അടിച്ചു താഴ്ത്തിയവരാണ് ഈ ഭാഗമെന്ന് അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി ഏതൊരു സത്യാന്വേഷിക്കും നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തിയാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ഈ ജനം തിരിച്ചു പോകണമെന്നതാണ് ഈ മാലയുടെ ആഘോഷക്കാർ മനസ്സിൽ കണക്ക് കൂട്ടുന്നത്. എന്തായിരുന്നു ആ കാലഘട്ടത്തിലെ സ്ഥിതി എന്ന് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സൂചന തന്നിരുന്നു. വിവാഹമന്വേഷിക്കുമ്പോൾ പോലും വിവാഹത്തിന് തയ്യാറാകുന്ന പുരുഷൻ പെണ്ണിന്റെ മൂല്യമളന്നിരുന്നത് ഇസ്ലാമികമായ അധ്യാപനങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടല്ല. പെണ്ണെ, നിനക്ക് ഖുർആൻ ഓതാൻ അറിയുമോ? നമസ്കരിക്കാൻ അറിയുമോ? അശുദ്ധിയായാൽ വൃത്തിയാവാൻ അറിയുമോ? നിനക്ക് ഇസ്ലാമിന്റെ കൃത്യമായ പാഠങ്ങളും വിശ്വാസങ്ങളും അറിയാമോ? അതൊന്നും ചോദിക്കുന്ന യുഗമായിരുന്നില്ല കേരളത്തിലെ ഇരുണ്ട കാലഘട്ടം. മറിച്ച് എന്തായിരുന്നു അന്നത്തെ സ്ഥിതി എന്ന് ഈ സമസ്തക്കാരുടെ ഔദ്യോഗിക മുഖപത്രമായ സുന്നി വോയിസിൽ എന്ന് തന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഈ വിഷയം സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ തന്നെ വാക്കുകൾ നിങ്ങളെ കേൾപ്പിക്കുമ്പോൾ അതിന് ആധികാരികതയുണ്ടാകും എന്ന നിലക്കാണ് അത് വീണ്ടും ആവർത്തിക്കുന്നത്. എന്താണ് സുന്നി വോയിസിൽ എഴുതിയത്? മുഹീദ്ദീൻ മാലക്ക് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്വാധീനം പറയുകയാണ്. ആ യുഗത്തിലേക്ക് തിരിച്ചു പോകണം എന്നാണ് ഇപ്പോഴും പറയുന്നത്. എന്താണ് ഉണ്ടായിരുന്ന സ്വാധീനം? അവർ എഴുതുകയാണ്, ഇശാ മഗ്രിബിനിടയിൽ ഇത് പതിവാക്കുക വീട്ടുകാരികളായ സ്ത്രീകളുടെ പതിവായിരുന്നു. മുഹീദ്ദീൻ മാലയും നഫീസത്ത് മാലയും ഇശാ മഗ്രിബിനിടയിൽ പതിവായി ചൊല്ലുക വീട്ടുകാരികളായ സ്ത്രീകളുടെ പതിവായിരുന്നു. അതിനാൽ തന്നെ അന്നൊക്കെ വിവാഹം നിശ്ചയിക്കുമ്പോൾ സ്വർണമാലയുടെ തൂക്കം ചോദിക്കുന്നതിന് പകരം മുഹീദ്ദീൻ മാല, നഫീസത്ത് മാല എന്നിവയിലുള്ള പരിചയത്തിന്റെ അളവുകോലായിരുന്നു പരിഗണിച്ചിരുന്നത്. കാന്തപുരം മുസ്ലിയാര് പബ്ലിഷറായി പുറത്തിറക്കുന്ന സുന്നി വോയിസ് എന്ന് പറയുന്ന അവരുടെ മുഖപത്രത്തിലാണ് എഴുതിയത്. എന്ത്? ആ കാലത്ത് വിവാഹം നിശ്ചയിച്ചാൽ പെണ്ണിനോട് പോയിട്ട് സ്വർണമാലയുടെ തൂക്കം ചോദിക്കുന്നതിന് പകരം വേറെ 2 മാലയുടെ തൂക്കമാ ചോദിച്ചിരുന്നത്. അത് മുഹീദ്ദീൻ മാല, നഫീസത്ത് മാല, ഇതിലൊക്കെയുള്ള പരിചയത്തിന്റെ അളവുകോലായിരുന്നു അന്ന് പെണ്ണിന്റെ മതബോധത്തിന്റെ മാനദണ്ഡമായി പരിഗണിച്ചിരുന്നത്.
ആ ഒരവസ്ഥയിലേക്ക് തിരികെ പോകണം എന്നതാണ് അവർ പറയുന്നത്. തീർന്നില്ല. അതുകൊണ്ട് അവരെന്താണ് ജനങ്ങളോട് പറയുന്നത്? ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിൽ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി യാതൊന്നും തന്നെയില്ല. ഓരോ വരിയും ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലമുള്ളവയല്ലേ? ചോദിക്കുകയാണ്. അതേ സുന്നി വോയിസിൽ എഴുതുകയാണ്. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി മാലയിൽ എന്താണുള്ളത്? വെല്ലുവിളി സ്വരത്തിൽ. എന്നിട്ട് അവർ തന്നെ ആശ്വസിക്കുന്നു. ഓരോ വരിയും, മുഹീദ്ദീൻ മാലയിലുള്ള ഓരോ വരിയും ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലമുള്ളവയല്ലേ? അതുകൊണ്ട് പ്രമാണവിരുദ്ധമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എന്താ കാരണം എന്ന് ഇവർ പറയുന്നത് നോക്കൂ. വലിയ രസാവഹാണ്. മുഹീദ്ദീൻ മാലയിൽ പ്രമാണത്തിന് വിരുദ്ധമാണ് എന്ന് സാധാരണക്കാർക്ക് തോന്നാൻ കാരണം എന്താണ്? നിങ്ങൾ എന്തിനാ അതിന്റെ അർത്ഥം ചിന്തിക്കാൻ പോകുന്നതെന്നാ ചോദിക്കുന്നത്. നിങ്ങൾ എന്തിനീ മാലയുടെ അർത്ഥം ചിന്തിക്കുന്നു? മാല എന്ന് പറയുന്നത് ബർക്കത്തിന് ഓതാനുള്ളതാണ്. ഏതുപോലെ ഖുർആനിന്റെ അർത്ഥം പഠിക്കരുതെന്ന് നമ്മൾ പണ്ടേ പറഞ്ഞതെന്തിനാ? ഖുർആനിലൂടെ ജനങ്ങള് നേർക്ക് നേരെ ഖുർആനിലേക്കാണ് പ്രവേശിച്ച അപകടം വരും. പണ്ടേ നമ്മുടെ സ്വഭാവം ഖുർആൻ ബർക്കത്തിനോദലാണ്. അതല്ലാതെ ഇങ്ങനെ നോക്കി പഠിക്കുക പണ്ഡിതന്മാർക്ക് പോലും അത്ര ഭൂഷണമുള്ള സംഗതിയല്ല എന്ന് തുറന്നെഴുതിയിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ പോലും. കേട്ടോളൂ. ഒരുപക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വിഷയം തീരാഞ്ഞത് ഈ വക റെക്കോർഡുകൾ കൂടി നമ്മുടെ കയ്യിൽ വരാനായിരിക്കും. അൽഹംദുലില്ലാ, നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇപ്പോഴാണ് ഈ രേഖകൾ നമ്മളെ കയ്യിൽ മാസികകൾ കിട്ടുന്നത്. നിങ്ങൾ നോക്കൂ, അവര് പറയുകയാണ് ഈ മാലയിൽ എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിന് കാരണം പണ്ട് ഖുർആന് സംഭവിച്ച അതേ കാര്യം തന്നെയാണ്. കേട്ടോളൂ അവരെഴുതുന്ന വരി. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ ബറക്കത്തും പ്രതിഫലവുമായിരുന്നു പരമ്പരാഗത മുസ്ലിങ്ങളൊക്കെ ഇന്നലെ വരെ ചെയ്തത്. കേട്ടോ, വിശുദ്ധ ഖുർആൻ എന്തിനാണ് മനസ്സിലാക്കിയത്? അത് പാരായണം ചെയ്ത് ബറക്കത്തും പ്രതിഫലവും നേടലായിരുന്നു പരമ്പരാഗത മുസ്ലിങ്ങളൊക്കെ ഇന്നലെ വരെ ചെയ്തത്. അപ്പൊ അത് പഠിക്കലും അർത്ഥം മനസ്സിലാക്കലൊന്നും ഇസ്ലാമിക പാരമ്പര്യമല്ല. മുസ്ലിമീങ്ങളെ പാരമ്പര്യം എന്താണ്? ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ ബറക്കത്തും പ്രതിഫലവും ആശിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതെന്താ? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബുൻ, ഈ വേദഗ്രന്ഥം, അൻസൽനാഹു ഇലൈക, താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈ കിതാബ്, മുബാറകുൻ, ബറക്കത്താക്കപ്പെട്ട ഗ്രന്ഥം, ലിയദ്ദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകളെ അവർ ഉറ്റാലോചിക്കാൻ വേണ്ടി. അപ്പൊ പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ളത് തന്നെയല്ലേ ഖുർആൻ. അല്ലാഹു തആല പറഞ്ഞു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. യസ്സറ എന്ന് പറഞ്ഞാൽ ഭാഷയുമായി അല്പബന്ധം പോലുമുള്ളവർക്കറിയില്ലേ? യസ്സർനാ, റബ്ബുൽ ആലമീൻ നമ്മളോട് സുവിശേഷം പറയുകയാണ്. വലഖദ് യസ്സർനൽ ഖുർആന, പരിശുദ്ധ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. ലിദ്ദിക്രി, ചിന്തിക്കാനും പഠിക്കാനും ആലോചിക്കാനും. പക്ഷേ ചോദ്യം മറ്റൊന്നാണ്. ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കാൻ ആളുണ്ടോ? പഠിക്കാൻ ആളുണ്ടോ? ആലോചിക്കാൻ ആളുണ്ടോ? അതിന് തയ്യാറുണ്ടോ എന്നതേ വിഷയമുള്ളൂ. തയ്യാറാകുന്നവർക്ക് മുമ്പിൽ ഈ ഗ്രന്ഥം ഒരു വിഘാതമല്ല, ഇതൊരു പ്രയാസമല്ല, ഇതൊരു ബുദ്ധിമുട്ടല്ല. തയ്യാറുള്ള മനസ്സുമായിട്ട് വരുന്നവർക്ക് ഈ ഗ്രന്ഥം എളുപ്പം തന്നെ. ചിന്തിക്കാൻ ആളുണ്ടോ എന്നല്ലേ അള്ളാഹു ചോദിക്കുന്നത്. പക്ഷേ ഈ കക്ഷികൾ പറയുന്നത് നോക്കൂ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ ബറക്കത്തും പ്രതിഫലവുമായിരുന്നു പരമ്പരാഗത മുസ്ലിങ്ങളൊക്കെ ഇന്നലെ വരെ ചെയ്തത്. മറിച്ച് ഖുർആനിന്റെ വാക്കുകളും അർത്ഥങ്ങളും നോക്കി കർമ്മങ്ങൾ ചെയ്യാനോ നിയമങ്ങൾ നിർമ്മിക്കാനോ സാധാരണക്കാരനും സാധാരണക്കാരിയും തുനിഞ്ഞാൽ ആകെ അവതാളത്തിലാകും. അതാണല്ലോ നാം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരവസ്ഥ. സാധാരണക്കാർ ഖുർആൻ പഠിക്കാൻ തുടങ്ങി, ആണും പെണ്ണുമൊക്കെ. അങ്ങനെ അവർക്ക് പോലും ചില ആയത്തുകൾ കേൾക്കുമ്പോ മുസ്ലിയാക്കന്മാരുടെ വയലുകളിൽ അവർ ഇതുവരെ പറഞ്ഞിരുന്നതും എഴുതിവിട്ടിരുന്നതുമായ കാര്യങ്ങൾ കേൾക്കുമ്പോ, ഉദാഹരണമായി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ,
നമ്മുടെ ഉമ്മഭങ്ങന്മാരും സാധാരണക്കാരുമൊക്കെ അർത്ഥം പഠിക്കാൻ തയ്യാറായപ്പോൾ അവരുടെ നാവുകളിലൂടെ ഉണ്ടായ അർത്ഥങ്ങൾ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷേ മുസ്ലിയാക്കൾ പറയാൻ തുടങ്ങി ചില ഘട്ടങ്ങളിൽ ഇവിടെ മാത്രം എന്ന അർത്ഥമില്ല, അത് വിമർശകന്മാര് വെറുതെ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സങ്കല്പിച്ചുണ്ടാക്കിയത് തന്നെ എന്ന് പ്രസംഗിക്കാനും എഴുതാനും ഒക്കെ തുടങ്ങിയപ്പോ സാധാരണക്കാരികളായ സ്ത്രീകളും ഉമ്മപങ്ങന്മാരും വരെ ചോദിക്കാൻ തുടങ്ങി, അല്ല മുസ്ലിയാരെ, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടില്ലേ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നിടത്ത് മാത്രം എന്ന അർത്ഥമുണ്ടെന്ന് നമ്മുടെ KV മുഹമ്മദ് മുസ്ലിയാർ വരെ അർത്ഥം കൊടുത്തിട്ടുണ്ടല്ലോ, വലിയ ഖാദി ഇമ്പിച്ചിക്കോയ തങ്ങൾ വരെ അർത്ഥം കൊടുത്തിട്ടുണ്ടല്ലോ, തിരൂരങ്ങാടി ഖാദി അബ്ദുറഹ്മാൻ മഖ്ദൂബി വരെ അർത്ഥം കൊടുത്തിട്ടുണ്ടല്ലോ, അങ്ങനെ പലരും അർത്ഥം കൊടുത്തിട്ടില്ലേ എന്ന് സാധാരണക്കാർ ചോദിക്കാൻ തുടങ്ങിയപ്പോ മുസ്ലിയാക്കന്മാര് ഹാലളകിയിട്ട് എഴുതുന്ന എഴുത്താണിതെന്ത്, അവതാണല്ലോ നാം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരവസ്ഥ. ചോദ്യം ചെയ്യാൻ തുടങ്ങി ജനങ്ങൾ. അപ്പൊ ഖുർആൻ പഠിക്കണ്ട, മാത്രല്ല അപ്പൊ ഇത് വായിച്ചിട്ട് ചിലർ പറയും മൗലവി അത് സാധാരണക്കാരങ്ങനെയാണ് പഠിക്കണ്ടെന്നല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ, പണ്ഡിതന്മാർ എന്നാ അങ്ങനെയല്ല എഴുതിയത്. കേട്ടോളൂ, മദ്ഹബ് അംഗീകരിക്കുന്ന മുഖല്ലിദുകളായ ജനങ്ങളിൽ പണ്ഡിതനെന്നും പാമരനെന്നും വ്യത്യാസമില്ലാതെ ഖുർആനിലേക്ക് നേരെ കയറുകയല്ലേ. മുഖല്ലിദുകളായ പണ്ഡിതന്മാർക്ക് പോലും ഇത് അനുവദനീയമാണോ? മുഖല്ലിദുകളായ പണ്ഡിതന്മാർക്ക് പോലും ഖുർആനിലേക്ക് നേർക്കുനേരെ അങ്ങ് കടന്ന് അത് പഠിക്കാനും മനസ്സിലാക്കലും അനുവദനീയമാണോ എന്നിടത്തേക്കാണ് കാര്യങ്ങൾ എഴുതിവിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അപകടം ഈ ഖുർആനുണ്ടായി. എന്തുകൊണ്ടാ കാരണം? ജനങ്ങളത് പഠിക്കാൻ തുടങ്ങി. അപ്പൊ ജനങ്ങൾക്ക് പല സംശയവും ചോദിക്കാൻ തുടങ്ങി. ഇപ്പൊ മൊഹീദ്ദീൻ മാലി ചോദിക്കാൻ തുടങ്ങാണ്, മൗലവി മുസ്ലിയാരെ അതിലുള്ളത് ഖുർആനെതിരല്ലേ, അതിലുള്ള അർത്ഥം ഇങ്ങനെ ചിന്തിച്ചു നോക്കിയ ഹദീസിനെതിരല്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പൊ ഇവര് എന്താ ജനങ്ങളോട് പറയുന്നതെന്നറിയോ, ഖുർആൻ അങ്ങനെ ബറക്കത്തിനാണെങ്കിൽ എങ്കിൽ പൂർവകാല മുസ്ലിങ്ങൾ മാല പാടിയിരുന്നതും ബറക്കത്തിനായിരുന്നു, അർത്ഥം നോക്കി വാദപ്രതിവാദത്തിനായിരുന്നില്ല. നമ്മുടെ മുൻഗാമികളൊക്കെ ശരിയാണ്. നമ്മളെ ഉമ്മമാരൊക്കെ മാല ചൊല്ലുമ്പോൾ അവരാരും ഒരിക്കലും ഇത് ചിന്തിച്ചിട്ടില്ല. അവരിങ്ങനെ ചൊല്ലും. അവർക്ക് അന്ന് പരിചയമുള്ളവർ ഈശലും ഒരു ഈണൊക്കെ ഉണ്ട്, അതിൽ അവരങ്ങനെ ചൊല്ലും. മക്കൾ ഇങ്ങനെ 4 പറയിരുന്ന് ഇങ്ങനെ അത്ഭുതത്തോടെ എന്തോ ഇങ്ങനെ ഒരു ഓവറിന്റെ കാര്യം പറയുന്നുണ്ട് എന്ന നിലക്ക് ഇങ്ങനെ കേട്ടിരിക്കും. അതിൽ കവിഞ്ഞൊരു ചിന്ത അതിനെ സംബന്ധിച്ചൊന്നുമില്ല. അങ്ങനെ ആയിരുന്നു ആളുകളുടെ ധാരണ. ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരണം എന്നാ പറയുന്നത്. എന്നിട്ട് എഴുതുന്നത് നോക്കൂ, ഇതൊക്കെ സുന്നി വോയിസ് എന്നാ വായിക്കുന്നത് കേട്ടോ. കാന്തപുരം മുസ്ലിയാരുടെ സുന്നി വോയിസ് എന്നാ വായിക്കുന്നത്. അതിനാൽ ഇനി എന്ത് വേണം? അതിനാൽ മാലപ്പാട്ടുകൾ തിരിച്ചു വരണം, ഓരോന്നും പാടി പറയുന്ന സീഡികൾ പ്രസിദ്ധീകരിക്കണം. അങ്ങനെ മാലപ്പാട്ടുകൾ ഇങ്ങനെ തിരിച്ചു വന്ന് ഓരോന്നും പാടി പറയുന്ന സീഡികൾ രംഗത്ത് വരണം. അതാ ഞാൻ പറഞ്ഞത്. അതിനനുസരിച്ചുകൊണ്ടാണ് ഇപ്പോ സിനിമ പിന്നണി ഗായികയുടെ CD ഇറങ്ങിക്കഴിഞ്ഞു. മാല പാടുകയാണ്, പല രൂപത്തിലുള്ള ട്യൂണിലാണ് പാടുന്നത്. എന്നിട്ടെങ്കിലും ആളുകൾ ഇതൊന്നും മനഃപ്പാടമാക്കട്ടെ എന്ന നിലക്കാണ്, ആളുകളെ ആകർഷിക്കുന്ന നിലക്ക് താളമേള കൊഴുപ്പുകളോടുകൂടി അതങ്ങനെ പാടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിനിമ പിന്നണി ഗായികമാര് അണിനിരക്കുന്ന നിലക്ക് ജനങ്ങളെ അത് കേൾപ്പിക്കുകയാണ്. അപ്പൊ ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി സഹോദരന്മാരെ. അന്ന് ഞാൻ പറഞ്ഞു, ഇതിലെ അപകടങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ചില വരികൾ, വല്ലേ നീലത്തീന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാതു തീരം ചെയ്യും ഞാനെന്നോവറ്, അത് നമ്മളന്ന് വിശദീകരിച്ചു. അങ്ങനെ വിശദീകരിക്കുന്ന അവസരത്തിൽ ഈ കാര്യം മഹാന്മാരായ ആളുകളോട് ചോദിക്കലാണ്, അതാണ് നമുക്ക് കാര്യങ്ങൾ നേടാൻ നല്ലത് എന്ന് വരെ ഇപ്പോൾ ആളുകൾക്കിടയിൽ ഇവർ പരസ്യമായി തന്നെ എഴുതി വിട്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, വല്ലാത്തൊരു അപകടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് കാര്യം നേടുന്ന ഉറപ്പില്ല എന്നാണ്. എവിടെ എത്തി? എത്ര ഗൗരവമാണിതൊക്കെ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കാര്യം കിട്ടുന്ന ഉറപ്പില്ല. ഉറപ്പുള്ളത് മഹാത്മാക്കളോട് ചോദിക്കുന്നതിലൂടെയാണ്. ആ ഒരവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അതിനാണ് ആ വരി ഉപയോഗപ്പെടുത്തിയത്. അതിപ്പോ ചൊല്ലുന്നത്, വല്ലേ നീലെത്തീന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാതു തീരം ചെയ്യും ഞാനെന്നോവറ്. ട്യൂണൊക്കെ മാറിപ്പോ. വല്ലേ നീലെത്തീന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ.
ആ ട്യൂണിലേക്ക് മാറി. കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും മാറുകയാണ്. ബല്ലേ നീലെത്തിന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതുത്തീരം ചെയ്യും ഞാൻ എന്നോവർ. അങ്ങോട്ട് മാറുകയാണ്. പിന്നെ പറയുന്നത് ബല്ലേ നീലെത്തിന്നും എന്നെ വിളിപ്പോർക്ക്. ട്യൂണ് പിന്നെയും മാറും. അങ്ങനെ പല പല ട്യൂണിലാക്കി പല രൂപത്തിലാക്കിയിട്ട് ജനങ്ങളെ കൊണ്ട് എന്തായാലും ഈ വിഷം ഒന്ന് അകത്ത് ചെല്ലട്ടെ, അതിങ്ങനെ നല്ല പുതിയ മാർക്ക് കൊടുത്ത് പുതിയ കുപ്പിയിലാക്കി പുതിയ ലേബൽ ഒട്ടിച്ച് വർണ്ണക്കടലാസൊക്കെ ഒട്ടിച്ച് ഇവിടെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണ്. എന്നാ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇത് ഈ സമുദായത്തിൽ അങ്ങ് പ്രചരിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ ഒരു ഈമാനിക മനസാക്ഷിക്ക് കഴിയുമോ സഹോദരന്മാരെ? കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. കാലം കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നിയിട്ടില്ല. ഈ ശിർക്കിന്റെ പ്രചരണം ഏത് കാലത്തും ലോകത്ത് നിലനിൽക്കുന്നുവോ തൗഹീദിന്റെ പ്രബോധകന്മാർ ഇതിനെതിരെ ശക്തമായി ശബ്ദിച്ചു കൊണ്ടിരിക്കും. അതിൽ യാതൊരു സംശയവും ഒരാൾക്കും വേണ്ട. ആര് പരിഹസിച്ചാലും ശരി. കാരണം നിങ്ങൾ നോക്കൂ, ആ വരിക്ക് വിവരണം കൊടുത്തപ്പോൾ ഇദ്ദേഹം എഴുതുകയാണെന്ത്? ആരോട് ചോദിക്കുന്നതിലാ ഏറ്റവും കാര്യം എന്നാ പറയാൻ പോകുന്നത്. ആരോട് ചോദിക്കുന്നതിലാണ് കൂടുതൽ നമുക്ക് ഉത്തരം കിട്ടാൻ നല്ലത് എന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ, വളരെ അപകടകരമായൊരു കാര്യമാണ് ഇതിൽ വിവരിച്ചു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയാണ്, മഹാത്മാക്കളെ മാറ്റി നിർത്തി അള്ളാഹുവോട് നേരിട്ട് സഹായം ചോദിക്കലാണ് ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് എന്നതിന് യാതൊരു തെളിവുമില്ല. മനസ്സിലായോ? മഹാത്മാക്കളെ മാറ്റി നിർത്തി അള്ളാഹുവോട് നേരിട്ട് സഹായം ചോദിക്കലാണ്. അഥവാ നിങ്ങൾക്കൊരു കാര്യം കിട്ടണമെങ്കിൽ യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിളിച്ചു മഹാനവറുകളോട് പറയുന്നതിന് പകരം അള്ളാഹിനോട് നിങ്ങൾ വിളിച്ചു പറയലാണ് കാര്യം നേടാൻ ഏറ്റവും നല്ലത് എന്നതിന് യാതൊരു തെളിവുമില്ല. മറിച്ച് ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണ് എന്ന വസ്തുത ഖുർആനോ ഹദീസോ തള്ളിക്കളയുന്നില്ല. എന്തേ പറഞ്ഞത് കേട്ടില്ലേ? ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണ്. അതിന് ഖുർആനിലും ഹദീസിലും തെളിവുണ്ട് പോലും. എന്താ തെളിവ്? അള്ളാഹു ഇങ്ങനെ പറയുന്നു, തീർച്ച എന്റെ ഇഷ്ടദാസൻ എന്നോട് ചോദിച്ചാൽ ഞാൻ നൽകും, എന്നോട് അദ്ദേഹം കാവൽ ചോദിച്ചാൽ ഞാൻ കാവലേകും. ബുഖാരി. എന്നിട്ട് ഈ ഹദീസ് കൊടുത്തിട്ട് പറയാണ്, മേൽ കൊടുത്ത ഹദീസിൽ ഇഷ്ടദാസൻ തനിക്ക് വേണ്ടി ചോദിക്കുന്നതും മറ്റൊരാളിന് വേണ്ടി ചോദിക്കുന്നതും തമ്മിൽ അല്ലാഹു വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഇഷ്ടദാസൻ തനിക്ക് വേണ്ടി ചോദിക്കുന്നതും മറ്റൊരാൾക്ക് വേണ്ടി ചോദിക്കുന്നതും തമ്മിൽ അല്ലാഹു വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. ഇഷ്ടദാസൻ ആർക്ക് വേണ്ടി ചോദിച്ചാലും അല്ലാഹു തീർച്ചയായും നൽകും, സഹായിക്കും എന്നാണ് ഈ പറഞ്ഞത്. എങ്കിൽ ഇഷ്ടദാസനല്ലാത്ത സാധാരണക്കാരൻ ചോദിച്ചാൽ, കേട്ടോളൂ, ഇഷ്ടദാസനല്ലാത്ത സാധാരണക്കാരൻ ചോദിച്ചാൽ ഇപ്രകാരം തീർച്ചയായും നൽകും, സഹായിക്കും എന്ന് പറയാനൊക്കില്ലെന്നർത്ഥം. അതിനാൽ ചോദിക്കുന്നവന് കൃത്യമായി മനസ്സിലാക്കി വെച്ചോ മുസ്ലിമേ, ഈ ക്ഷുദ്രകൃതിക്കെതിരെയുള്ള പ്രബോധനം മുസ്ലിമിന് നിർത്താനായിട്ടുണ്ടോ ഇല്ലേ? അതോ ഈ സമുദായത്തിന്റെ മുമ്പിൽ എപ്പോഴും പറയേണ്ടത് തന്നെയാണോ എന്ന് ഈ വരി കേട്ടിട്ട് തീരുമാനിച്ചോ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ? പറയുകയാണ് അവസാനമായിട്ട്, അതിനാൽ ചോദിക്കുന്നവന് കാര്യം നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കൾ മുഖേനയാണെന്ന് വരുന്നു. കാരണം അതിലെ കാര്യം നേടുന്ന ഉറപ്പുള്ളൂ, അതിലെ കാര്യം നേടുമെന്ന് ഉറപ്പുള്ളൂ. അപ്പൊ അതല്ലാതെ നേരിട്ട് അള്ളാഹിനോട് ചോദിക്കുന്നതിൽ കാര്യം നേടുന്ന ഉറപ്പില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ടോ ഇത്? ഖാല റബ്ബുക്കും ഉദ്ഉനി, നിങ്ങളുടെ റബ്ബാ നിങ്ങളോട് പറയുന്നത് ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ചോളൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അത് നിങ്ങൾ ഇങ്ങനെ ആദ്യം മഹാനമാരായ അംബിയാഇനെ വിളിച്ചുകൊണ്ട് പറഞ്ഞോളൂ, എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്ന ഒരു ഉപാധി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ നൽകിയിട്ടില്ലല്ലോ. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരൊറ്റ പ്രാർത്ഥനകളിലും കാര്യം നേടാൻ എന്തെല്ലാം ദുആകൾ പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. പാപങ്ങൾ പുറത്തു കിട്ടുക എന്നത് കാര്യം നേടലല്ലേ? അതേപോലെ തന്നെ ഒരുപാട് സംഗതികൾ നമുക്ക് അല്ലാഹുവിങ്കൽ നിന്ന് നേടിയെടുക്കാനുള്ളത് റബ്ബിനോട്
ചോദിക്കുമ്പോ നിങ്ങൾ ആദ്യം അത് മഹാത്മാക്കളോട് പറഞ്ഞോളൂ, മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ, അവരോട് വിളിച്ചു പറഞ്ഞോളൂ, അതിലെ കാര്യം നേടും എന്ന് ഉറപ്പുള്ളൂ. നിങ്ങളൊക്കെ സാധാരണക്കാരാണ്, നിങ്ങളൊക്കെ നേരിട്ട് റബ്ബിനോട് ചോദിച്ചാൽ കാര്യം തരും എന്ന് അല്ലാഹു ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ സാധാരണക്കാരാണ്, നിങ്ങൾ അങ്ങനെ നേരിട്ട് ചോദിക്കല്ല, നിങ്ങൾ അങ്ങനെ മഹാത്മാക്കളെ വിളിച്ച് ആദ്യം പറയണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ അപകടത്തിലേക്ക് ആ ജനങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പൊ കാര്യം നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കൾ മുഖേന ചോദിക്കലാണ്, മഹാത്മാക്കളോട് പറയലാണ്. ഇതല്ലേ ഇർഫാദ് മാസികയിലും എഴുതിയത് 2007 ഡിസംബറിൽ. നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ നമുക്ക് അർഹതയില്ല പോലും. അള്ളാഹിനോട് നേരിട്ട് ചോദിക്കാൻ അർഹതയുള്ളത് ഒരൊറ്റ വ്യക്തിക്കാണ്, അത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമാണ് അള്ളാഹിനോട് നേരിട്ട് ചോദിക്കാൻ അർഹതയുള്ളത്. നമുക്ക് നബിയോടെ ചോദിക്കാൻ അർഹതയുള്ളു പോലും. ഈ ഒരു അപകടകരമായ വാദത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുകയാണ്. അത്തരം അപകടകരമായ കാര്യങ്ങളാണ് ഈ മാലവിപ്ലവത്തിലൂടെ ഇവിടെ വരുത്താൻ വേണ്ടി ജനങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം എന്തും ചോദിച്ചാൽ അങ്ങ് അള്ളാഹു തട്ടിക്കളയാത്ത ആളാണ് ശൈഖ് ജീലാനി. എത്ര ആളുകൾ എന്ത് തന്നെ കാര്യങ്ങൾ ഔലിയാക്കന്മാർ എന്തൊക്കെ പറഞ്ഞിട്ടും അള്ളാഹു കേട്ടിട്ടില്ല. പക്ഷേ മുഹീദ്ദീൻ ശൈഖിന്റെ കാര്യം അങ്ങനെയല്ല. അദ്ദേഹം എന്തു പറഞ്ഞാലും അള്ളാഹു തട്ടിക്കളയുന്നതല്ല എന്നാണ് ഇതിലൂടെ ജനങ്ങളുടെ മുമ്പാകെ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന, ജനങ്ങളിൽ പരത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം. നിങ്ങൾ നോക്കൂ, ഇവർ ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. ശൈഖ് ജീലാനിയുടെ വലിയ പോരിശ പറയുന്നു. അള്ളാഹിനോട് ജീലാനി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹ് തീരുമാനിച്ചു വെച്ച കാര്യം വരെ പടച്ചോനൊരു ജീലാനിക്ക് വേണ്ടിയാണ് മാറ്റും എന്നാണ്. വേറെ ആര് പറഞ്ഞാലും മാറ്റൂല എന്നാണ്. അതിലൊരു കഥ പറയുന്നുണ്ട്, കേട്ടോളൂ. ഈ പുസ്തകത്തിൽ 213 പേജിൽ നിന്ന് വായിക്കുകയാണ്. ശൈഖ് ജീലാനിയുടെ കാലത്ത് ഔലിയായിൽ ഒരാളുടെ സ്ഥാനം നഷ്ടപ്പെട്ടു. ജീലാനിയുടെ കാലത്ത് ഒരു ഔലിയുടെ സ്ഥാനം മൂപ്പരെ ഡിസ്മിസ് ചെയ്തു. ഔലിയാ പട്ടത്തുനിന്നാണ്ട് ഒഴിവാക്കി. ഇവരെ അങ്ങനെയാണ്, എന്നിട്ട് ചേർക്കും മിനിറ്റ് കൊണ്ട് പേര് വെട്ടും. ഇങ്ങനെയാണ് ഇവരെ ഔലിയാക്കന്മാര്. അങ്ങനെ സ്ഥാനം നഷ്ടപ്പെട്ടു. രാജ്യത്തെ സാധാരണക്കാരും അല്ലാത്തവരും ഇതറിഞ്ഞു. ഒരു ഔലിയന്റെ സ്ഥാനം പോയിക്കണ്. എങ്ങനെ ഇപ്പൊ അതറിയല്? ഒരു ഔലിയന്റെ സ്ഥാനം പോയിക്കണ് രാജ്യത്തെ സാധാരണക്കാരും അറിഞ്ഞു, അല്ലാത്തവരും അറിഞ്ഞു. അള്ളാഹു പുറത്താക്കിയ ഔലിയ എന്ന് പറഞ്ഞ് എല്ലാവരും അദ്ദേഹത്തെ ആക്ഷേപിച്ചു. അയാളെ കാണുമ്പോഴൊക്കെ കുട്ടികളും എല്ലാവരും പറയുന്നു, അപ്പോഴും അള്ള പുറത്താക്കിയ ഔലിയ, അപ്പോഴും അള്ള പുറത്താക്കിയ ഔലിയ എന്നിങ്ങനെ പറയാൻ തുടങ്ങി. തന്നിമിത്തം ഇദ്ദേഹം ഔലിയാക്കളിൽ 360 പേരെ സമീപിച്ചു. ഇയാള് 360 ഔലിയാക്കന്മാരെ സമീപിച്ചു ഈ മനുഷ്യൻ. എന്നിട്ട് എന്താ? അള്ളാഹു തിരിച്ചെടുക്കാൻ ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അള്ളാഹ്നെ ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി നിങ്ങളൊന്ന് റെക്കമെൻഡ് പറയണമെന്ന് 360 ഔലിയാക്കന്മാരെ സമീപിച്ച് ആവശ്യപ്പെട്ടു. അവര് മുഴുവനും ശുപാർശ ചെയ്തു നോക്കിയെങ്കിലും അള്ളാഹു അദ്ദേഹത്തെ തിരിച്ചെടുത്തില്ല. 360 ആളും അള്ളാഹിനോട് റെക്കമെൻഡ് പറഞ്ഞു, ഒന്ന് തിരിച്ചെടുക്കുക, ഇയാളെ പടച്ചോനെ ഒന്ന് തിരിച്ചെടുക്ക്. അള്ളാഹ് പറഞ്ഞു പറ്റൂല. അദ്ദേഹത്തിന് എന്താ അള്ളാഹ് കാരണം പറഞ്ഞത്? അദ്ദേഹത്തിന്റെ പേര് പാപികളുടെ കൂട്ടത്തിൽ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയതായി ആ ഔലിയാക്കൾ കണ്ടു. 360 ഔലിയാക്കന്മാരും ഇങ്ങനെ നോക്കുമ്പോ എന്താന്നറിയ, അട്ടത്തിങ്ങനെ വിരിച്ചു വെച്ചിക്കല്ലേ ലൗഹുൽ മഹ്ഫൂദേ. വരെ ലൗഹുൽ മഹ്ഫൂദിലെ വിശ്വാസാപ്പി പറയണത്. വില്ലേജ് ഓഫീസിലുണ്ടല്ലോ ഈ നോട്ടീസ് ഒട്ടിക്കണ പലക, അമ്മാതിരിയാ പറയല ലൗഹുൽ മഹ്ഫൂദ്. ആർക്കും ഇങ്ങനെ പോയി നോക്കിയാൽ പെട്ടെന്ന് ഇങ്ങനെ കാണാം. ഒരു മരപ്പലക ഉണ്ടാവും, കുറെ നോട്ടീസ് കീറിയതും കുറെ നോട്ടീസ് പുതിയതൊക്കെ ഒട്ടിച്ചിട്ടുള്ള ഒരു മരപ്പലക ഉണ്ടാവും പഴയ ഗവൺമെന്റ് വില്ലേജ് ഓഫീസിൽ. എന്നതുപോലെ ആർക്കും ഇങ്ങനെ നോക്കിയാൽ കാണാവുന്നതാ പറയല ലൗഹുൽ മഹ്ഫൂദ്. നോക്കണം നിങ്ങൾ, ഈ സമുദായത്തെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? വെറുതെ അല്ല മുജാഹിദ് പ്രബോധകന്മാർ ഇതിനെതിരെ വിമർശിക്കുന്നത്. കാര്യമുണ്ടായിട്ടാണ്. ഈ സമുദായത്തെ ഈ കുണ്ടിൽ നിന്ന് രക്ഷപ്പെടുത്തണം, അവരെ ഈ അധപ്പതനത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് ഖുർആനിക പ്രകാശത്തിലേക്ക് നയിക്കണം. അതിനുവേണ്ടിയാണ് ഈ സംസാരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ലൗഹുൽ മഹ്ഫൂദിൽ ഈ 360 ആളും അങ്ങ് നോക്കുമ്പോ ഇയാളുടെ പേരതിൽ നിന്ന് വെട്ടിയിരിക്കുന്നു. ഇയാളുടെ പേര് ആ കൂട്ടത്തിൽ കാണാനില്ല. പിന്നെ എങ്ങനെ ഇനി റെക്കമെൻഡ് ചെയ്തിട്ട് കാര്യമെന്താ? ഈ വിവരം അവർ അദ്ദേഹത്തെ ധരിപ്പിച്ചു. അപ്പൊ ഈ ഔലിയക്ക് പോയി മനസ്സിലാവില്ല, കാരണം മൂപ്പരെ പട്ടം പൊയ്ക്കണ്. അതുകൊണ്ട് ഇപ്പൊ ലൗഹുൽക്ക് നോക്കിയാ അവിടെ മറയാ, മറ്റൊരു നോക്കിയപ്പോ കണ്ട്, എടാ എന്റെ പേരയിലില്ല, ഇനിയിപ്പോ ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ല എന്ന് ഇദ്ദേഹത്തെ ധരിപ്പിച്ചു. അവസാനം അദ്ദേഹം ശൈഖ് ജീലാനിയെ സമീപിച്ചു, ശുപാർശക്ക് ആവശ്യപ്പെട്ടു. അവസാനം മെഡിക്കൽ കോളേജിൽ തന്നെ എടുത്തു. 360 താഴെയുള്ള ഡോക്ടർമാർ അതൊന്നും നടക്കൂല, മെയിൻ ഹെഡ് ഓഫീസിൽ തന്നെ അപേക്ഷ കൊടുക്കുകയാണ്. ശൈഖ് അവറുകൾ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. ശൈഖ് അവറുകൾ പറഞ്ഞു, സാരല്ല നോക്കാന്ന് നമ്മളില്ലേ,
നിങ്ങൾ എന്നിട്ട് മൂപ്പരെന്തു പറഞ്ഞു? എന്താ സമാധാനിപ്പിച്ച വാക്ക് കേട്ടോളൂ. നിങ്ങൾ അള്ളാഹുവിങ്കൽ തള്ളപ്പെട്ടവനാണെങ്കിൽ സ്വീകരിക്കപ്പെട്ടവനാക്കാൻ എനിക്ക് കഴിയും. നിങ്ങൾ അള്ളാന്റെ അടുത്ത് തള്ളപ്പെട്ടവനോ? ഞാനല്ലേ, അത് ഞാനാണ് ശരിയാക്കൂലേ? ശൈഖ് അവറുകൾ അള്ളാഹുവോട് ശുപാർശ ചെയ്തു. ശൈഖ് അവറുകൾ അള്ളാഹിനോട് പോയിട്ട് റെക്കമെന്റ് എന്താ പറഞ്ഞത്? പടച്ചവനെ, ഇദ്ദേഹത്തെ നീ തിരിച്ചെടുക്കണം. അള്ളാഹു മറുപടി നൽകി. 360 ഔലിയാക്കൾ ശുപാർശ ചെയ്തിട്ടും ഈ വിഷയത്തിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിന്റെ പേര് ലൗഹിൽ പാപിയാണെന്ന് രേഖപ്പെട്ട് കിടക്കുന്നത്, പാപിയായാണ് രേഖപ്പെട്ട് കിടക്കുന്നത്. അള്ളാഹ് പറഞ്ഞു 360 ആളിനോട് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. മാത്രമല്ല എന്റെ ലൗഹിൽ മഹ്ഫൂദിൽ കണ്ടില്ലേ, പാപിയായിട്ടാണ് അയാളെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നടക്കൂല മഹീദ്ദീനെ എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ ശൈഖ് എന്താ പറഞ്ഞത്? ഇദ്ദേഹത്തെ നിന്റെ അരികിൽ സ്വീകാര്യനാക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തല്ലോ പടച്ചോനെ. ഈ വാക്ക് എന്റെ നാക്കിലൂടെ നീ പുറത്തു വിട്ടല്ലോ റബ്ബേ. അതിനാൽ ഇദ്ദേഹത്തെ തിരിച്ചെടുക്കുക തന്നെ വേണം. ഞാനങ്ങനെ പറഞ്ഞു പോയില്ലേ. അബൂബക്കർ സിദ്ദീഖ് മൗലൂദിലുണ്ട് ഒരു കഥ. അബൂബക്കർ സിദ്ദീഖിന്റെ നാവിലൂടെ വന്നുപോയില്ലേ. ഇനിയിപ്പൊ നബി പറഞ്ഞത് കളവായാലും വിരോധമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മോശമാകാൻ പറ്റൂല എന്നൊരു കഥ ഉണ്ട്. അത് വേറൊരു വിഷയമാണ്. അപ്പൊ അതുപോലെ ഇവിടെ എന്റെ നാക്കിലൂടെ അങ്ങനെ വന്നുപോയില്ലേ, അതുകൊണ്ട് ഇനി രക്ഷല്ല പടച്ചോനെ, ഈ അത് തന്നേ പറ്റൂ, അത് ചെയ്തു തരണം. അതിനാൽ ഇദ്ദേഹത്തെ തിരിച്ചെടുക്കുക തന്നെ വേണം. ഇതിന് അള്ളാഹു ഇങ്ങനെ മറുപടി നൽകി. ഇദ്ദേഹത്തിന്റെ കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു. നിങ്ങൾ സ്വീകരിച്ചവനെ ഞാൻ സ്വീകരിച്ചു, നിങ്ങൾ തള്ളിയവനെ ഞാനും തള്ളി. ശേഷം ഇയാളുടെ പേര് പാപികളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു മാച്ചു കളഞ്ഞു, ഔലിയാക്കളുടെ ബുക്കിൽ എഴുതി ചേർത്തു. ശേഷം അള്ളാഹു ശൈഖ് അവറുകളെ വിളിച്ചറിയിക്കുന്നു, ഹേ ഗൗസുൽ അഅ്ളം, നിങ്ങൾക്ക് പലതും ഞാൻ തരും. സ്ഥാനം കൊടുക്കാനും സ്ഥാനം കളയാനും നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു. അതാ പറഞ്ഞതെന്ത്? നിലനെ കൊടുപ്പാനും നിലനെ കാളവാനും നയന്നവർക്കാനും വാദം കൊടുത്തോവർ. ഇങ്ങനെയാണ് മാറ്റിയതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് കേൾക്കുന്ന ആളാണെന്നാണ്. അതുകൊണ്ട് തന്നെ പിന്നെന്താ ഇതൊക്കെ വായിക്കുന്ന മനുഷ്യന്മാര് പിന്നെ ജീലാനി തരീക്കത്തുനിന്ന് പിന്നെ മാറുമോ? ആര് പറഞ്ഞാലും കേൾക്കൂല, ഇതിൽക്കാണ് കേറിക്കൂടെ എന്നൊരവസ്ഥയിലേക്കാണ് ജനങ്ങൾ അത്രയും ആ നിലക്കാ കാണുന്നത്. മാത്രല്ല മുഹീദ്ദീൻ ശൈഖ് ഒരു കാര്യം പറയണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുന്നത് എങ്ങനെയാണ് ഖുർആൻ പറയുന്നത്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം ഞാനൊന്നും പറയാറില്ല. അവിടുത്തേക്ക് വഹയായിട്ട് നൽകിയ കാര്യങ്ങളല്ലാതെ അവിടുന്ന് യാതൊന്നും സംസാരിക്കാറില്ല. ഇതേ പവറിലേക്കാണ് ശൈഖ് ജീലാനിയെ മുരീദന്മാർ ഉയർത്തിയിട്ടുള്ളത്. അതാ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, ചൊല്ലീല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലി നീ എൻ്റെ ആമാനില്ലാതെന്നോവർ. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എന്റെ അമാനിൽ, അതെന്നോവർ. കേട്ടോളൂ അതിന്റെ വിവരണം. ഒരു കാര്യത്തെക്കുറിച്ചും സ്വന്തമായി ഞാനൊന്നും പറയുന്നതല്ല. നീ പറയൂ ഞാൻ രക്ഷിക്കാമെന്ന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞതല്ലാതെ, അല്ല പറഞ്ഞു കൊടുക്കുന്നതല്ലാതെ ഞാൻ പറയാറില്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കാറില്ല. ശൈഖ് ജീലാനി അവറുകൾ പറഞ്ഞു, എന്നോട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറയപ്പെടുന്നു. എന്താ പറയപ്പെടുന്നത്? അബ്ദുൽ ഖാദിറേ, നിന്നെ എനിക്ക് വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തു. എന്റെ സംരക്ഷണത്തിൽ നിന്നെ ഞാൻ എന്റെ സംരക്ഷണത്തിൽ വളർത്താൻ നീ ആവശ്യമുള്ളതൊക്കെ സംസാരിക്കൂ. നിന്നിൽ നിന്ന് സ്വീകരിക്കപ്പെടും. എന്റെ ഹക്ക് കൊണ്ട് നീ സംസാരിക്കും. നിന്നെ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയൂ പേടിക്കണ്ട, നീ എന്റെ ഔലിയായിന്റെ കൂട്ടത്തിലെ വലിയാണ് എന്ന് എന്നോട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടല്ലാതെ ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇയാൾ വ്യാഖ്യാനം കൊടുക്കുകയാണ്, അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്നും ഇനി പറയുന്നതല്ലെന്നുമാണ് ശൈഖ് അവറുകൾ ഇവിടെ അവകാശപ്പെടുന്നത്. മഹാന്മാരായ ഔലിയാക്കൾ ഇങ്ങനെ തന്നെയാണ്. ഞാൻ എന്താണ് പറയുമ്പോൾ എന്നോട് അള്ളാഹ് പറഞ്ഞിട്ടാണ്. കാരണം അത് മഹാന്മാരുടെ സ്ഥിതി അതാണ്. കാരണം എന്താ?
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ ഒന്നും പറയാറില്ലെന്നത് വ്യക്തമാണ്. അല്ലാഹു പറയുന്നു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. പ്രവാചകൻ സ്വന്തമായി ഒന്നും പറയുന്നതല്ല, അല്ലാഹുവിന്റെ സന്ദേശമില്ലാതെ. ഈ നബിയെ പിന്തുടരുന്ന ഔലിയാക്കന്മാരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. ഇതൊരു മുസ്ലിമിന് വിശ്വസിക്കാൻ പറ്റുമോ? ഇതൊരു മുസ്ലിമിന് വിശ്വസിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംസാരത്തിൽ അവിടുന്ന് മഅസൂമാണ്. തെറ്റുകൾ അവിടുന്ന് പറയില്ല, തെറ്റുകൾ നാവിലൂടെ വരില്ല. അല്ലാഹുവിങ്കൽ നിന്ന് പ്രത്യേകമായ കാവലുള്ള മഹാനാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ ഒരു പ്രത്യേകത സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് പോലും ഉണ്ടോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനുണ്ടോ? എങ്കിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുന്നത് അംഗീകരിക്കാൻ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സാധിക്കാഞ്ഞിട്ട് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയി എന്നാരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവന്റെ തല കൊയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വാളെടുത്ത് തുള്ളിയ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് ശൈഖ് ജീലാനിയുടെ സ്ഥാനം ഇല്ല അല്ലേ? ആ സ്ഥാനത്തേക്ക് മഹാനവറുകൾ ഉയർന്നിട്ടില്ല അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ മഹാനവറുകൾക്ക് ഇങ്ങനെ പറയാൻ സാധിച്ചു? ഇത് ചിന്തിക്കണ്ടേ മുസ്ലിമേ? ഇങ്ങനെ എന്തൊരു കാര്യം പറയുകയാണെങ്കിലും അതൊക്കെ അള്ളാഹു പറഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. ആ ഒരവസ്ഥയാണ് ശൈഖ് ജീലാനിക്ക് വേണ്ടി വകവെച്ചു കൊടുക്കുന്നത്. എങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ശൈഖ് ജീലാനിയുടെ തന്നെ എത്രയോ ഗ്രന്ഥങ്ങളിൽ ഇവർക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത എത്രയോ കാര്യങ്ങൾ ശൈഖ് ജീലാനി പറഞ്ഞിട്ടില്ലേ? ഇവർ തന്നെ കള്ള ഹദീസുകളാണെന്ന് പറഞ്ഞ ഹദീസുകൾ പോലും ശൈഖ് ജീലാനി തന്റെ കിതാബിൽ എഴുതിയിട്ടില്ലേ? ചിന്തിച്ചുകൂടെ? അങ്ങനെ ഉണ്ട്, കിതാബുകളിലുണ്ട്. എന്ത്? ശൈഖ് ജീലാനിയുടെ കിതാബിൽ പോലും കാണാം ഇന്നത്തെ സമസ്തക്കാര് പോലും അംഗീകരിക്കാത്ത, അവര് പോലും കള്ള ഹദീസുകളാണെന്ന് പറഞ്ഞ് തള്ളിയ ഹദീസുകൾ ശൈഖ് ജീലാനി അദ്ദേഹത്തിന്റെ ചില ആശയങ്ങൾക്ക് തെളിവായി കൊടുത്തിരിക്കുന്നു. അപ്പൊ എങ്ങനെയത്? അള്ളാഹുടെ അനുവാദമില്ലാതെ പറഞ്ഞതാണല്ലേ? അപ്പൊ അള്ളാഹുടെ അനുവാദമില്ലാതെ ഒന്നും പറയൂല. അപ്പൊ അള്ളാഹ് പറഞ്ഞു കൊടുത്തതായി കള്ള ഹദീസൊക്കെ. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെയാണ് വൈരുദ്ധ്യങ്ങൾ വന്നു ചേരുന്നത്? സഹോദരാ, ഇങ്ങനെ ഒരാൾക്കും ഉണ്ടാകില്ല. അള്ളാഹുവിന്റെ ആ പ്രത്യേകമായ സംസാരത്തിൽ ഒരു അബദ്ധവും സംഭവിക്കാതെ ഒരു കാവലുണ്ടാകുന്നത് മഹാന്മാരായ അമ്പിയാക്കൾക്കാണ്. ഔലിയാക്കൾക്ക് പോലും അതില്ല, സഹാബത്തിന് പോലും അതില്ല, ഇമാമിങ്ങൾക്കില്ല. അതുകൊണ്ടല്ലേ മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിലെ ഖബറിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാരും അവരുടെയൊക്കെ വാക്കുകളിൽ നമുക്ക് തള്ളേണ്ടതുമുണ്ടാകും, കൊള്ളേണ്ടതുമുണ്ടാകും. ഇല്ലാ സാഹിബു ഹാദൽ ഖബരി, ഈ ഖബറിൽ കിടക്കുന്ന സാഹിബായ, ഈ ഖബറിന്റെ ഉടമയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെതല്ലാത്ത ആരുടെ വാക്കിലും ഉണ്ടാകും തള്ളാനും കൊള്ളാനും. മുത്ത് മുസ്തഫയുടെ വാക്കിൽ കൊള്ളേണ്ടതല്ലാതെ തള്ളേണ്ടതൊരു വാക്കും തന്നെയില്ല. കാരണം അവിടുന്ന് സംസാരിക്കുന്നത് ഇൻഹുവ അവിടുത്തേക്ക് ബോധനം നൽകപ്പെട്ടിട്ടല്ലാതെ അവിടുന്ന് സംസാരിക്കാറില്ല. അതേ സ്ഥാനമല്ലേ ഈ പറഞ്ഞത്? എന്ത്? ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എൻ്റെ അമാനില്ലാതെന്നോവർ. ഇസ്ലാമികമാണോ? ഇനിയും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ശൈഖ് അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പോലെയുള്ള ഒരു മർത്തബ പറയുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്വഹാബത്ത് ചില സംശയങ്ങളൊക്കെ ചോദിക്കാൻ വരുമ്പോ പലതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയും. അറിയാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം മൗനം പാലിക്കും. മൗനം പാലിച്ച് കുറച്ച് കഴിയുമ്പോൾ വഹീന്റെ ലക്ഷണങ്ങൾ അവിടുത്തെ മുഖത്തൊക്കെ പ്രകടമാവും. ചിലപ്പോൾ ശക്തമായി വിയർക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹീ വരുന്ന രംഗമൊക്കെ നമുക്ക് ഹദീസിൽ പറയുന്നുണ്ട്. തണുപ്പ് കഠിനമായ രാത്രിയിൽ പോലും അവിടുത്തെ തിരുനെറ്റിയിൽ ഇങ്ങനെ വിയർപ്പ് കണങ്ങൾ ഒഴുകുന്നത് കാണാം. വാഹനപ്പുറത്തിരിക്കുമ്പോ അവിടുത്തേക്ക് വഹീ വന്നപ്പോ തൊട്ട് ബാക്കിലിരിക്കുന്ന ഒരു സ്വഹാബി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാല് എന്റെ കാലിന്റെ മീതെയായിട്ട് മുട്ടിയിട്ട് നിൽക്കുന്ന നേരത്ത് അവിടുത്തേക്ക് വഹീ വരുന്ന അവസരത്തിൽ ആ ഭാരം താങ്ങാനാവാതെ ഒട്ടകം ഇങ്ങനെ താഴോട്ട് വരുന്നു. മാത്രമല്ല അവിടുത്തെ കാലിനൊരു അപാരമായ വെയിറ്റ് അനുഭവപ്പെട്ടിട്ട് എന്റെ കാലിന്റെ തുടയല് പൊട്ടിപ്പോകുമോ എന്ന് വരെ ഞാൻ ഭയപ്പെട്ടു എന്ന് മഹാനായ ഒരു സ്വഹാബി റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം.
ഇതേ ഒരവസ്ഥയിലേക്ക് ശൈഖിനെ ഉയർത്തുകയാണ് ഇവര്. എന്തെങ്കിലും ശൈഖിനോട് ആരെങ്കിലും സംശയം ചോദിച്ചാൽ മൂപ്പരുടെ പതിവെന്താണെന്ന് കേട്ടോളൂ. ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാൻ അനുവാദം വന്നാൽ പറവാൻ ഞാനെന്നോവർ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മൂപ്പരൊന്നും മിണ്ടൂലാന്ന് മാത്രമല്ല, തലതാഴ്ത്തി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് എന്താ പറയാ? അനുവാദം വന്നാൽ പറവാൻ ഞാൻ എന്നോവർ. അനുവാദം കിട്ടിയിട്ടില്ല, വരണപ്പ വഹി. ഇപ്പൊ വരണം വഹി. ഇവര് വഹി എന്ന് പറയില്ല, ഇൽഹാം എന്നാ പറയുള്ളൂ. വഹി എന്ന് പറഞ്ഞാൽ കാദിയാനി മഠത്തിലേക്ക് പോകില്ലേ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ പേരാണ് മാറ്റിയാൽ മതിയല്ലോ, അങ്ങനെയാണല്ലോ, പേരാണ് മാറ്റിയാൽ മതി. മറ്റതൊക്കെ ഒരേ മാതിരി തന്നെ. പഞ്ചസാരയുടെ ഭരണിമല എഴുതി വെക്കുക ഇത് കുരുമുളകാകുന്നു, പിന്നെ ഉറുമ്പ് കയറാതിരിക്കൂലല്ലോ, സംഗതി ഒന്നു തന്നെയല്ലേ. ഇതേപോലെ വഹിയാ വരുന്നത്, പക്ഷെ പേര് ആളുകൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടി ഇൽഹാമിനാക്കി. എന്നാ ഇൽഹാമിന് ശരിയും തെറ്റുണ്ടാവും, അത് സമ്മതിക്കൂല. വഹി പോലെ വളരെ കൃത്യമായിട്ടാണ് അവതരണങ്ങൾ. നോക്കൂ നിങ്ങൾ, ആരാരും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാൻ അനുവാദം വന്നാൽ പറവാൻ ഞാൻ എന്നോവർ. ചിലപ്പോൾ ശൈഖ് അവറുകളോട് ആരെങ്കിലും വല്ല കാര്യത്തെ പറ്റിയും ചോദിച്ചാൽ അനുവാദം വന്നാൽ മറുപടി പറയാമെന്നാണ് പറയുക. ശൈഖ് ജീലാനിയുടെ പുത്രൻ ശൈഖ് അബ്ദുൽ വഹാബ് എന്നിവർ പറയുന്നു, ചിലപ്പോൾ വല്ല കാര്യവും പിതാവിനോട് ചോദിച്ചാൽ അവിടുന്ന് ഇപ്രകാരമാണ് പറയുക: അനുവാദം ചോദിക്കട്ടെ, അനുവാദം കിട്ടിയാൽ മറുപടി പറയാം. അങ്ങനെ പിതാവ് ഒരു നിമിഷം തല താഴ്ത്തും. പെട്ടെന്ന് വഹി വരും പോലത്തെ അവസ്ഥ പറയാണ്. പെട്ടെന്ന് ശാന്തഗംഭീരമായ ഒരവസ്ഥ പിതാവിൽ പ്രത്യക്ഷപ്പെടും. ഒരു പ്രത്യേക അവസ്ഥ അങ്ങോട്ട് പ്രത്യക്ഷപ്പെടും. പിന്നീട് അള്ളാഹു വിചാരിച്ചത്ര അവിടുന്ന് സംസാരിക്കും. ഈ അവസ്ഥ അതിന്റെ പൂർണ്ണഘട്ടത്തിലെത്തുമ്പോൾ ഓരോ ചലനവും അനുവാദത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകും. അള്ളാഹുവിന്റെ പ്രവൃത്തി അവരിലൂടെ പ്രകടമാകുന്ന വിധത്തിൽ ഇതാണ് എന്റെ ഇഷ്ടദാസന്റെ കയ്യും കാലും കണ്ണും കാതും ഞാനാകും എന്ന് അള്ളാഹു പറഞ്ഞത്. ഈ രംഗത്തെത്തുമ്പോൾ, ഈ ഒരു മർത്തബയിലേക്ക് അങ്ങോട്ട് ഔലിയ എത്തുമ്പോൾ ഇഷ്ടദാസന് സ്വന്തമായ വിചാരമോ സ്വന്തമായ ശക്തിയോ ഇല്ലെന്ന യാഥാർത്ഥ്യം പ്രകടമാകുന്നു. ഈ സമയം ഇഷ്ടദാസന്റെ സമ്മതം അള്ളാഹുവിൻ്റെതും അള്ളാഹുവിന്റെ സമ്മതം ഇഷ്ടദാസന്റേതുമാകുന്നു. ഇവിടെയാണ് സൂഫി വര്യന്മാർ അവകാശപ്പെടുന്ന ഫനാ സംഭവിക്കുന്നത്. ലയനം ഇവിടെയാണ് നടക്കുന്നത്. ഇതിനർത്ഥം സ്രഷ്ടാവും സൃഷ്ടിയും ഒന്നാകുന്നു, രണ്ടല്ല എന്നല്ല. ഈ ഫനായിന്റെ മർത്തബയിലെത്തിയ മഹാത്മാക്കളാണ്. ചിലപ്പോൾ ഞാൻ അല്ലാഹുവാണ്, അനൽ ഹഖു, ഞാൻ അല്ലയാണ്, സുബ്ഹാനീ സുബ്ഹാനീ. ലോക മുസ്ലിമീങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോ ഈ മർത്തബയിലെത്തിയ ഔലിയക്ക് എന്തിനാ അല്ലാഹ് എന്ന് പറയുന്നത്? കാരണം മൂപ്പരന്നെ അല്ലയായിട്ടുണ്ട്. പിന്നെ എന്തേ പറയേണ്ടു? സുബ്ഹാനല്ലാഹ് എന്ന് പറയേണ്ടതില്ല. സുബ്ഹാനീ, ഞാനെത്ര പരിശുദ്ധനാ, ഞാൻ എന്നെ വാഴ്ത്തുന്നു എന്നൊക്കെ മഹാന്മാര് പറഞ്ഞത് ഈ മർത്തബയിലെത്തുമ്പോഴാണ്. ഈ രംഗത്തിലേക്ക് ഔലിയാക്കളങ്ങ് എത്തുമ്പോൾ അനുവാദം ചോദിക്കുന്ന പ്രശ്നവും പിന്നല്ല. ആ മർത്തബയിലേക്ക് എത്തിയാ പിന്നെ അനുവാദം വന്നാൽ പറവ് ഞാനെന്നോവർ എന്ന് പറയേണ്ട സ്ഥാനം പോലുമില്ല. ചോദിക്കുമ്പോഴേക്ക് ഉത്തരം അങ്ങ് കൊടുക്കും. കാരണം കൊടുത്തത് അല്ല തന്നെ, ചോദിക്കപ്പോഴേക്ക് ഉത്തരം കൊടുത്തതും അല്ല തന്നെ. വളരെ കൃത്യമായിട്ടാണ് പറയും എന്നാണ്. ആ അവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിക്കുകയാണ്. മഹാന്മാരായ സഹാബിമാർക്കുണ്ടോ അങ്ങനെ ഒരു പരിപാടി? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബിമാർ, അവരോട് ആരെങ്കിലും എന്തെങ്കിലും മസ്അല ചോദിച്ചാൽ അറിയുമെങ്കിൽ അവർ പറയാറാണ് പതിവ്. അറിയില്ലെങ്കിലോ ഇങ്ങനെ താഴ്ത്തിരുന്നിട്ട് അനുവാദം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടൊരു ശാന്തഗംഭീരമായ അവസ്ഥക്ക് വേണ്ടി കാത്തിരിക്കാറില്ല. മഹാനായി ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി പതിവില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പതിവില്ല. മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പതിവില്ല. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പതിവില്ല. ഒരൊറ്റ പണ്ഡിതന്മാർക്കും ആ പതിവില്ല. പക്ഷേ ഒരു പ്രത്യേകമായ ആദരവും ബഹുമാനവും ഒക്കെ പറഞ്ഞ് കെട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. എന്തെങ്കിലും സംശയം ചോദിച്ചാൽ അതിങ്ങനെ ഓർഡർ കിട്ടിയിട്ടില്ല. കാരണം ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ. അപ്പൊ അനുവാദം വന്നിട്ടല്ലാതെ പറയാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് തലതാഴ്ത്തി ഒറ്റ ഇരിപ്പാണ് എന്നാണ് ഇതിൽ മഹത്വമായി പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പൊ ഇസ്ലാമിന്റെ പ്രവാചകന്റെ അനുയായികൾക്കുണ്ടാകേണ്ട കാര്യങ്ങളാണോ?
അങ്ങനെ ഉണ്ടോ? സഹാബത്തിനേക്കാൾ ഒരാൾ ഈ ലോകത്തുണ്ടോ? ഒരു കാര്യം അടിസ്ഥാനപരമായി നിങ്ങൾ മനസ്സിലാക്കണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിൽ ഒന്നാം സ്ഥാനം റസൂലുള്ള കഴിച്ചാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനാണ്. രണ്ടാം സ്ഥാനം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ്. മൂന്നാം സ്ഥാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനാണ്. നാലാം സ്ഥാനം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ്. അവിടുന്ന് അങ്ങോട്ട് സ്വർഗ്ഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട മഹാന്മാർക്കാണ്, ബദരീങ്ങൾക്കാണ്, മുഹാജിറുകൾക്കാണ്, അൻസാരികൾക്കാണ്. ഈ കാറ്റഗറിയിലൊക്കെ ശൈഖ് ജീലാനി പെടുവോ? എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ജനിച്ച ഇവർക്കൊന്നുമില്ലാത്ത മഹത്വം ശൈഖ് ജീലാനിക്ക്. ഈ ഒരവസ്ഥ ചിന്തിക്കണ്ടേ സഹോദരന്മാരെ? വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത ഒരൊറ്റ വരിയും അതിലില്ല. അതുകൊണ്ട് സീഡികളിലൂടെ അത് പാടിപ്പറഞ്ഞ് രഹ്മത്തേതിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഈ സമുദായത്തെ കൊണ്ട് പറയിപ്പിക്കുന്നത്, വായിപ്പിക്കുന്നത്. സ്വാധീനം ചെലുത്തിയിട്ട് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പിന്തുണ നേടിയിട്ട് സർക്കാർ തലത്തിൽ തന്നെ അത് ഈ രാജ്യത്ത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വിതരണം ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. ജാഗ്രത വേണം മുസ്ലിമേ, ജാഗ്രത വേണം മുഅ്മിനേ. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, കുടുംബത്തിന്റെ പ്രശ്നമല്ല, കച്ചവടത്തിന്റെ പ്രശ്നമല്ല, ബിസിനസിന്റെ പ്രശ്നമല്ല. ഇത് നമ്മുടെ വിശ്വാസത്തിൽ തൊട്ടുള്ള കളിയാണ്, ആഖിറത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഗൗരവത്തോടുകൂടെ പഠിക്കണം, ചിന്തിക്കണം, മനസ്സിലാക്കണം എന്ന് എന്റെ ബഹുമാന്യ ശ്രോതാക്കളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നത്. ഇനിയും നോക്കൂ നിങ്ങൾ, മഹാനായ ശൈഖ് ജീലാനിയെ സംബന്ധിച്ചിടത്തോളം പുകഴ്ത്തിയിട്ട് എന്താ പറഞ്ഞത്? ഇസ്ലാമിക ശരീഅത്തിൽ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ അനുവാദമുണ്ടോ? ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ ഒരാൾക്ക് അനുവാദമുണ്ടോ? ഭക്ഷണം കഴിക്കാതെ ഒരു ഇബാദത്ത് എടുക്കാൻ ഇസ്ലാം പറയുന്നുണ്ടോ? തുടർച്ചയായി നോമ്പെടുക്കാൻ പാടില്ലെന്നല്ലേ ഇസ്ലാം പറഞ്ഞത്? ഉറങ്ങാതിരിക്കാൻ ഒരാൾക്ക് നിയമമുണ്ടോ? അതൊരു പുണ്യകർമ്മമാണോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്തിന്റെ പോലും സ്ഥിതി എന്താണെന്ന് നമുക്കൊക്കെ അറിയില്ലേ? അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ, ഊണും ഉറക്കും അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പോറുത്തി നടന്നോവറി. ശൈഖ് അവറുകൾ ഭക്ഷണവും വെള്ളവും ഉറക്കവും ഇല്ലാതെ ഒരു വർഷം ധ്യാനനിരതനായി പ്രവർത്തിച്ചു. ഒരൊറ്റ കൊല്ലം ഊണില്ല, ഉറക്കമില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല. ഒരു വർഷം ധ്യാനനിരതനായി പ്രവർത്തിച്ചു. ഒരു വർഷം ഭക്ഷണവും വെള്ളവും ഉറക്കുമില്ലാതെ ശൈഖ് അവറുകൾ ജീവിച്ചതും കൽപ്പനയും അനുവാദവും അപ്രകാരമായതുകൊണ്ടാണ്. അഥവാ ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ എന്ന് പറഞ്ഞതിൽ ഇതും പെടുമെന്നാ വിശദീകരണകർത്താവ് പറയുന്നത്. ഒരു വർഷം ഭക്ഷണവും വെള്ളവും ഉറക്കമില്ലാതെ ശൈഖ് അവറുകൾ ജീവിച്ചതും കൽപ്പനയും അനുവാദവും അപ്രകാരമായതുകൊണ്ടാണ്. മഹാത്മാക്കൾ അല്ലാഹുവിന് വേണ്ടി ഭക്ഷിക്കുന്ന പോലെ അല്ലാഹുവിന് വേണ്ടി വിശക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു വിശപ്പ് ഇസ്ലാമിലുണ്ടോ? ഇങ്ങനെ വിശക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എന്താ അവിടുന്ന് പറഞ്ഞത്? നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, നഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്, പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അനിൽ വിസ്വാലി ഫിസ്സൗം, നോമ്പ് കാലത്ത് വിസ്വാല് പാടില്ല. അഥവാ സമയമായാൽ ഉടൻ നോമ്പ് തുറക്കലാണ് മുസ്ലിമിന്റെ നോമ്പ്. എത്രയും പെട്ടെന്ന് സമയമായി കഴിഞ്ഞാൽ ഉടനെ നോമ്പ് തുറക്കുന്നവർക്കാണ് ബറക്കത്തെന്ന്, അതാണ് ഖൈറെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. സമയമായിട്ടൊരൽപ്പത്തേക്ക് പിന്തിക്കുന്നത് പോലും തെറ്റാണ്. എങ്കിൽ നിങ്ങൾ നോക്കൂ, അങ്ങനത്തെ ഒരാള് രാത്രി പോലും ഭക്ഷണം കഴിക്കാതെ പിന്നെയും നോമ്പ്, രാത്രിയിൽ പിന്നെയും നോമ്പ്, പകല് പിന്നെയും നോമ്പ്, ഇങ്ങനെ തുടർച്ചയായി നോമ്പെടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. ഫഖാല ലഹു റജുലുൻ, അപ്പോൾ ഒരു സ്വഹാബി നബി തങ്ങളോട് ചോദിക്കുകയാണ്, ഇന്നക തുവാസിലു യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങിങ്ങനെ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ, അങ്ങിങ്ങനെ ചെയ്യലുണ്ടല്ലോ, നിങ്ങൾ തുടർച്ചയായി നോമ്പ് പിടിക്കുന്നുണ്ടല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, വ അയ്യുക്കും മിസ്ലി ഇന്നി അബീതു യുത്ഇമുനി റബ്ബി വയസ്ഖീനി. ഓ ജനങ്ങളെ, സഹാബത്തെ, നിങ്ങളിൽ ആരുണ്ട് എന്നെ പോലെ നിങ്ങളിൽ ആരുണ്ട്?
കാരണം ഇന്നി അബീതു, ഞാൻ രാത്രി കഴിച്ചു കൂട്ടുമ്പോ യുത്ഇമുനി റബ്ബി, എന്റെ റബ്ബെനിക്ക് ഭക്ഷണം തരുന്നുണ്ട്, വയസ്ഖീനി, എന്റെ റബ്ബെനിക്ക് ആഹാരവും വെള്ളവും ഒക്കെ തരുന്നുണ്ട് കേട്ടോ. ആ സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തുന്നതല്ല, അതെനിക്ക് അല്ലാഹു തന്ന ഒരു പവറാണ്, അതെനിക്കുള്ള ഒരു പ്രത്യേകതയാണ്. ആത്മീയമായ നിലക്കുള്ള ഒരു ഭക്ഷണം അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഉമ്മത്തിന് തുടർച്ചയായി നോമ്പെടുക്കുന്ന ഒരു പരിപാടി ഇല്ല എന്നും അത് പാടില്ല എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സാധാരണ മനുഷ്യരോടാണോ? ശൈഖ് ജീലാനിയെക്കാളും മഹാന്മാരായ മറ്റ് ഇമാമിങ്ങളെക്കാളും ഒക്കെ പവിത്രരായ മഹാന്മാരായ സ്വഹാബത്തിനോടാ പറയുന്നത്. വഅയ്യുക്കും മിസ്ലി, നിങ്ങളിൽ ആരുണ്ട് എന്നെ പോലെ എന്ന് സ്വഹാബിമാരോട് പോലും ചോദിക്കുന്നുവെങ്കിൽ ആ സ്വഹാബത്തിന്റെ ദർജയിലേക്ക് എത്തിയിട്ടില്ലാത്ത മഹാനായ ശൈഖ് ജീലാനിയെ കുറിച്ചാ പറയുന്നത്. എന്താ പറയുന്നതെന്നോ? ഊണും ഉറക്കും അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പൊറുത്ത് നടന്നോവർ. ഒരു കൊല്ലം നടക്കുന്നത്, ഒരു കൊല്ലം തുടർച്ചയായിട്ട് ഊണുറക്കൊന്നുമില്ലാതെ നടക്കുക. ഇത് ഇസ്ലാമികമാണോ സഹോദരന്മാരെ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? അതുകൊണ്ട് ഈ ഒരവസ്ഥ ഇത് മാത്രമല്ലല്ലോ, ഇനിയും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. 40 കൊല്ലം മഹാനവറുകൾ രാത്രി ഉറങ്ങിയിട്ടില്ല എന്നാ പറയുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീഅത്തിൽ ഔലിയാക്കൾക്ക് പോലും ചെയ്യാൻ അനുവാദമുള്ള സംഗതിയാണോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു സ്വഹാബിയെ പറ്റി അതാ ഭാര്യ വന്ന് പരാതി പറയുകയാണ്. നബി തങ്ങളോട് പറയുന്നു, എന്താ അതിനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു സ്വഹാബിയുടെ ഭാര്യതാ മുടിയൊന്നും ചീകാതെ, അതേപോലെ തന്നെ വൃത്തിയുള്ള വസ്ത്രമൊന്നും ധരിക്കാതെ സ്വഹാബാ സ്ത്രീകൾ പരസ്പരം കണ്ടപ്പോ ചോദിക്കുന്നു, എന്തേ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്? അപ്പാ മഹദി പറയുന്നു, ഞാൻ എന്തിനു ഭംഗിയുള്ളവളാകണം, ഞാൻ എന്തിനു വൃത്തിയുള്ളവളാകണം? എനിക്കൊരു ഭർത്താവുണ്ട്, ആ ഭർത്താവ് രാത്രിയായാൽ ഞാനുമായി കാണാറില്ല, നിസ്കാരം തന്നെ, ഉറക്കുക മനുഷ്യനില്ല, പകൽ സമയത്ത് നോമ്പ് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കോടതിയിൽ അവിടെ അതാ പരാതിയുമായിട്ട് ആ സ്ത്രീ എത്തുന്നു. നബിയെ, നിങ്ങളുടെ ഒരു ശിഷ്യ ഇങ്ങനെയാണ് സംഭവം, പരാതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? എന്റെ ശിഷ്യന്മാരൊക്കെ വല്ലാത്ത ദർജയിലെത്തിപ്പോയല്ലോ, സന്തോഷം തന്നെ. നബി തങ്ങൾ അതിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ ആ ആരോപണത്തിന് വിധേയനായ മഹാനായ സ്വഹാബിയെ വിളിച്ചു വരുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ശ്രദ്ധിച്ചോ, നിനക്ക് നിന്റെ ശരീരത്തോടൊരു ബാധ്യതയുണ്ട്, നിന്റെ ഭാര്യയോട് നിനക്ക് കടപ്പാടുകളുണ്ട്. നിനക്ക് നിന്റെ ഇരു കണ്ണുകളോടും കടപ്പാടുണ്ട്. ഉറങ്ങാതെ കണ്ണ് നശിപ്പിക്കരുത്, ശരീരത്തെ നശിപ്പിക്കരുത്. ഉറങ്ങാതെ ആ നിലക്കുള്ള ഒരു ആരാധന എന്റെ തഖ്വയിൽ പെടുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് വിവരിച്ചു കൊടുക്കുന്നു. സ്വഹാബിയുടെ സ്ഥാനം ജീലാനിക്കില്ല എന്ന് ഉറപ്പല്ലേ? അതോ അവർക്ക് വാദമുണ്ടോ ഒരു സ്വഹാബിയേക്കാൾ മർത്തബയിൽ ശൈഖ് ജീലാനി ഉണ്ട്? സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനത് പാടില്ല. എന്നിട്ടോ നലവേറും ഈശാത്തോളൂതോരുവാലെ 40 ചാണ്ടുകളും സുബഹി തോളൂതോവറി. നലവേറും ഇശാ തൊഴുത ഒരു ഉളുവാലെ 40 ചാണ്ടോളം സുബഹി തൊഴുതോവർ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? നലവേറും ഇശാ തൊഴുത ഒരു ഉളുവാലേ എന്ന് പറഞ്ഞാൽ ഇശാക്കെടുത്ത ഒരൊറ്റ ഉളു കൊണ്ട് തന്നെ അവര് നിസ്കാരം നടത്തുന്നു, സുബഹി നിസ്കാരം. ശൈഖ് അവറുകൾ തുടർച്ചയായി 40 വർഷം രാത്രി മുഴുവനും ആരാധനകൾ കൊണ്ട് ഹയാത്താക്കിയതിനാൽ അക്കാലത്ത് ഇശാ നിസ്കരിച്ച ഉളു കൊണ്ട് തന്നെ സുബഹി നിസ്കരിക്കുകയുണ്ടായി. ഇതാണിതിൽ പറയുന്നത്. ഇത് ശരിയാണോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലേക്ക് അവിടുത്തെ ചര്യകൾ ചോദിച്ചറിയാൻ വേണ്ടി 3 സഹാബിമാര് കയറി വന്ന സംഭവം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നബി തങ്ങളുടെ ഇബാദത്തിനെ പറ്റി ചോദിച്ചറിയാനാ വന്നത്. അങ്ങനെ സഹാബിമാര് നബി തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ചൊക്കെ കേട്ടപ്പോ അവർക്കത് പോരാന്ന് തോന്നി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത്രയൊക്കെ മതി, മഹാനവറുകളല്ലേ, പക്ഷേ നമുക്കത്രയൊന്നും പോരല്ലോ എന്ന് വിചാരിച്ച് 3 ആളുകളും ഒരു പ്രതിജ്ഞ പറഞ്ഞില്ലേ? ഒരാൾ പറഞ്ഞു, എനിക്കിനി എല്ലാ രാത്രിയിലും ഞാൻ നിസ്കരിക്കുക തന്നെയായിരിക്കും, ഉറങ്ങില്ല.
മറ്റൊരാൾ പറഞ്ഞു ഇനി ഒരൊറ്റ പകലും ഞാൻ ഭക്ഷണം കഴിക്കില്ല, എനിക്ക് നോമ്പ് തന്നെയാണ്. മൂന്നാമതൊരാൾ പറഞ്ഞു ഞാൻ ഇനി കല്യാണം കഴിക്കില്ല, അതൊക്കെ ഒരു പൊല്ലാപ്പാണ്, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇബാദത്തിലേക്ക് നീക്കി വെക്കാൻ വേണ്ടി ഈ 3 പ്രതിജ്ഞകളും എടുത്ത് സഹാബിമാര് മടങ്ങിപ്പോയപ്പോ പുന്നാര റസൂൽ വീട്ടിലേക്ക് കയറി വന്നപ്പോ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മ വിവരം പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? 3 ആളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾ ശരിയായ എന്റെ തരീക്കത്തിലെ മെമ്പർമാരാന്നും പറഞ്ഞിട്ട് ഒരു ആദരിക്കൽ പ്രസംഗം നടത്തുകയല്ല ചെയ്തത്, മറിച്ച് എന്താ ചെയ്തത്? നിങ്ങളാണോ ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എങ്കിൽ പഠിച്ചു വെച്ചോ, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ തന്നെ സത്യം, ഇന്നീ ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലില്ലാഹി അനാ, അള്ളാഹിനോട് ഏറെ തഖ്വയുള്ളവനും ഭയപ്പാടുള്ളവനും നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനാണ്. ആ എന്റെ സ്വഭാവം, ഞാൻ നോമ്പെടുക്കാറുമുണ്ട്, സുന്നത്ത് നോമ്പെടുക്കാത്ത ദിവസവുമുണ്ട്, രാത്രിയിൽ ഉറങ്ങാറുമുണ്ട്, നിസ്കരിക്കാറുമുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടുമുണ്ട്, കുടുംബജീവിതം നയിക്കുന്നുമുണ്ട്. അതൊക്കെയാണ് എന്റെ പാത. ആ പാതക്കപ്പുറം മറ്റു ചില പാതയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നുവെങ്കിൽ ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നീ, എന്റെ സുന്നത്തിനോട് ആർക്കെങ്കിലും വൈമുഖ്യം തോന്നുന്നുണ്ടെങ്കിൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല. നമ്മുടെ സൊസൈറ്റിയിലെ യഥാർത്ഥ മെമ്പറാവാൻ, നമ്മുടെ ത്വരീഖത്തിലെ മെമ്പറാവാൻ അവൻ യോഗ്യനല്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ആ പ്രതിജ്ഞ അങ്ങ് തിരുത്തിക്കുകയല്ലേ. എന്നിട്ടാണ് ശൈഖ് അവറുകളെ കുറിച്ച് എന്ത് പറയുന്നത്? നലവേറും ഇശാ തൊഴുതോരുതുവാലെ 40 സുബ്ഹി തോളുതോവര്. 40 കൊല്ലം ഉറങ്ങണില്ല. ഉറങ്ങിയ ഉദുവാൻ മുറിയില്ലേ? ഉദുമുറിയുന്ന നിലക്കുള്ള ഒരു ഉറക്കുറങ്ങാറ് 40 കൊല്ലം. ഇശാക്കാണ് ഉദുടുത്ത് റൂമിൽ കാണി കയറി ആരാധനയിലാണ് മുഴുകിയ സുബൈ നിസ്കരിച്ചിട്ടേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. മാത്രല്ല ഖുർആൻ ഓതാൻ പോലും എന്താ ചെയ്യുന്നത്? ഒരു കാമൽ നിന്നിട്ട് ഒരു കത്തം തീർത്തോവര്, ഒരു ചൊൽമുതലായി 3 ആണ്ട് കാത്തോവര്. അത് ഇൻഷാ അല്ലാ കുറച്ച് വിവരിക്കാനുണ്ട്, അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ പറഞ്ഞ ഓരോ വരികളും ഇതൊക്കെ നമുക്ക് ആദ്യം തന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചില്ലേ, പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി മാലയിൽ എന്താ ഉള്ളത് എന്നാ ചോദിച്ചത്, വലിയ വായിൽ ചോദിച്ചത്. എന്നിട്ടോ ഓരോ വരിയും ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലമുള്ളവയല്ലേ. അങ്ങനെ ഖുർആൻ പോലെ സുന്നത്ത് പോലെ പവിത്രമാണ് ഈ ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത്. ഇബ്ലീസ് അതിനെ ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ശൈത്താൻ അവന്റെ ഓരോ പ്രവർത്തനങ്ങളും അവന്റെ ആളുകൾക്ക് അലങ്കാരമായി തോന്നിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ശൈത്താന്റെ വകയുള്ള എല്ലാ താളമേളങ്ങളും കൊട്ടും മുട്ടും സാധനം തന്നെ മോശം. ഇനിയിപ്പോ അതിന് ചേരുവ, ഇനിയിപ്പോ ഒന്ന് തട്ടുമുട്ടുണ്ടാക്കിയ പൈനെന്ത് ഹറാമ് പറയാനാ അല്ലേ? ഇപ്പൊ പാട്ടിലെ വിഷയം തന്നെ വലിയ മോശമാണ്. പിന്നെ പൈരിഞ്ഞിപ്പോ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചു എന്നുള്ളതിന് പറയാനുമില്ല. അപ്പൊ അത് വലിയ പാടുന്നതും ആരാ? പ്രിയപ്പെട്ടവളുമാരാ പാടുന്നതും. പിന്നെ പോരെ പൂരം വളരെ മഹത്വം കൂടല്ലേ. അപ്പൊ ആ നിലക്കൊക്കെ ഇത് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ സ്വീകാര്യത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സഹോദരന്മാരെ. നിസ്സാരമായ സംഗതിയല്ല, നമ്മൾ ഉണരണം, ബാധ്യതയുണ്ട്. സമൂഹത്തിൽ മുൻകറുകൾ ഇങ്ങനെ പ്രചാരത്തിൽ വരുമ്പോ വെറുതെ ഇരിക്കാൻ പാടില്ല, കഴിയുന്ന നിലക്ക് പ്രതികരിക്കണം. അതിന് പ്രതികരിക്കാൻ മനസ്സുകൊണ്ട് വെറുക്കാനെങ്കിലും തയ്യാറില്ലാത്തവന്റെ ഹൃദയത്തിൽ അണുത്തൂക്കം പോലും ഈമാനില്ല. ഈമാനുള്ളതൊരു കടുകുമണി തൂക്കം പോലും അവന്റെ ഹൃദയത്തിൽ ബാക്കിയില്ലാത്തത് കൊണ്ടാണ് അവൻ പ്രതികരിക്കാതിരിക്കുന്നത് എന്നാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് ബദരീകൾ പടുത്തുയർത്തിയ പാതയാണ്. ചോര കൊടുത്ത് ജീവൻ കൊടുത്ത് ഈ രാജ്യത്ത് നിലനിർത്തിപ്പോന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആ ആദർശത്തിന്റെ തനിമയിൽ വെള്ളം ചേർക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ അംഗീകാരം ഉണ്ടിട്ട് നടത്തുകയാണെങ്കിൽ പോലും വിശ്വാസികൾ അത് വകവെച്ച് കൊടുക്കില്ല, ഉറപ്പാണത്. അതുകൊണ്ട് പ്രമാണങ്ങൾ കൊണ്ട് നമ്മളത് നേരിടും, അതുകൊണ്ട് പ്രമാണങ്ങൾ എന്താണെന്ന് പഠിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം, നാം അത് ഉൾക്കൊള്ളണം. ഈ മായാവലയത്തിൽ അകപ്പെട്ടിട്ടുള്ള ഒരുപാട് സഹോദരങ്ങൾ കേരളത്തിലും ഇവിടെയുമൊക്കെയുണ്ട്. അവർക്ക് ഈ സന്ദേശത്തെ എത്തിച്ചു കൊടുക്കണം, അവരെ ആ ചെളിക്കുണ്ടിൽ നിന്ന് രക്ഷപ്പെടുത്തണം. വിശുദ്ധ ഖുർആനിന്റെ വഴിത്താരയിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന നിലക്ക് കുത്തിയിരുന്നാൽ അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നേ എനിക്ക് എന്നോടും എൻ്റെ പ്രിയ ശ്രോതാക്കളോടും പറയാനുള്ളൂ. അതുകൊണ്ട്
നാം ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് വേണ്ടത് ചെയ്യണം. അത് നമ്മുടെ ബാധ്യതയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബുൽ ആലമീൻ ആദർശത്തിൻ്റെ തനിമ അതെന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ വിശ്വാസ ശുദ്ധീകരണത്തിലും ആദർശ ശുദ്ധീകരണത്തിലുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള അപാകതകൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കുടുംബാദികൾ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.